അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ നാമങ്ങളെക്കുറിച്ച് പഠിക്കുന്ന, ചർച്ച ചെയ്യുന്ന സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഇതൊരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ 10 ക്ലാസ്സുകളിലൂടെ അള്ളാഹുവിൻ്റെ പല നാമങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു, നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒട്ടനവധി ചരിത്രങ്ങൾ അള്ളാഹുവിൻ്റെ നാമങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അള്ളാഹു നാം പഠിക്കുന്നതിൽ, നാം മനസ്സിലാക്കുന്നതിൽ അതിലെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാനും അവ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ മറ്റൊരു നാമത്തെക്കുറിച്ച് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു ഗഫൂറാണ്. അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ്. വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും അള്ളാഹു ഗാഫിറാണ്, ഗഫാറാണ്, അതേപോലെ തന്നെ ഗഫൂറാണ് എന്നൊക്കെ പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ്, അല്ലെങ്കിൽ അള്ളാഹു ഗഫൂറാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ ആശയം എന്താണ്? അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എല്ലാം വിശദീകരിക്കുക സാധ്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹിജ്റിലെ 49-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞു, നബ്ബിഅ ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം. നബിയെ, ഞാൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്ന് എൻ്റെ ദാസന്മാരെ വിവരമറിയിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു മനുഷ്യരായ അള്ളാഹുവിൻ്റെ ദാസന്മാരായ ആളുകളെ ഒരു കാര്യം അറിയിക്കാൻ പറയുകയാണ്. നബ്ബിഅ ഇബാദി, അവരെ നീ വിവരമറിയിക്കണം. എന്താണ് അറിയിക്കേണ്ടത്? അന്നീ അനൽ ഗഫൂറുർ റഹീം, ഞാൻ ഗഫൂറാണ്, റഹീമുമാണ്. റഹീം എന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ എന്താ പറഞ്ഞത്? അന്നീ അനൽ ഗഫൂർ, ഞാൻ ആരാണ്? ഞാൻ പാപം പൊറുക്കുന്നവനാണ്, അങ്ങേയറ്റം ഏറെ പൊറുക്കുന്നവനാണ് എന്ന് ജനങ്ങളെ നീ വിവരമറിയിക്കണം, എൻ്റെ ദാസന്മാരെ നീ വിവരമറിയിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പം അള്ളാഹു ഖുർആനിലൂടെ അള്ളാഹു ഗഫൂറാണ്, പാപങ്ങൾ പൊറുക്കുന്നവനാണ് എന്ന് നമ്മളെ പഠിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഗാഫിറിലെ 3-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഗാഫിരിദ് ദംബി വഖാബിലിത് തൗബി ശദീദിൽ ഇഖാബി ദിത്തൗലി ലാ ഇലാഹ ഇല്ലാ ഹുവ ഇലൈഹിൽ മസീർ. എന്താ അള്ളാഹു പറയുന്നത്? പാപം പൊറുക്കുന്നവനും പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കഠിനമായി ശിക്ഷിക്കുന്നവനും വിപുലമായ കഴിവുള്ളവനും അത്രേ അവൻ അള്ളാഹു. നോക്കൂ നിങ്ങൾ, അള്ളാഹു ആ ആയത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്? അള്ളാഹു ശിക്ഷിക്കുന്നവനാണ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. പക്ഷേ അതിൻ്റെയൊക്കെ മുമ്പ് അള്ളാഹു പറയുന്നത് എന്താ? അള്ളാഹു ഗഫിരിദ് ദംബ്, പാപങ്ങൾ ഏറെ പൊറുക്കുന്നവനാണ്. അതേപോലെ തന്നെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. പ്രതീക്ഷയുടെ വർത്തമാനങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പം ഈ ആയത്തിലൂടെയും അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ്, അള്ളാഹു ഗാഫിറാണ്, അതേപോലെ തന്നെ അള്ളാഹു ഗഫൂറാണ്.
മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും, ഫഖുൽതു സ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നൂഹ് നബിയുടെ ചരിത്രം പറയുന്ന സ്ഥലത്ത് സൂറത്ത് നൂഹിലെ 10-ാമത്തെ ആയത്താണ്. ഫഖുൽതു സ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. അങ്ങനെ ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുക, തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനാകുന്നു. അപ്പൊ അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ, നമുക്കേറെ പ്രതീക്ഷയേകുന്ന, നമ്മുടെ ജീവിതത്തിൽ നമ്മെ വല്ലാതെ സ്വാധീനിക്കേണ്ട ഒരു നാമമാണ് അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു ഗാഫിറാണ്, അല്ലാഹു ഗഫാറാണ് എന്നുള്ള നാമം. മനസ്സിലായില്ലേ? എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹു പാപങ്ങളേറെ പൊറുക്കുന്നവനാണ്. മഹാനായ സുജ്ജാജ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നുണ്ട്, മഅന അൽ ഗഫൂറു ഫീ ഹഖ്ഖില്ലാഹി സുബ്ഹാനഹു ഹുവല്ലദീ യസ്തുറു ദുനൂബഹു ഇബാദിഹി വയുഅത്തീഹിം ബിസത്രിഹി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗഫൂർ എന്ന് പറഞ്ഞാൽ അള്ളാഹു പാപം പൊറുക്കുന്നവനാണ്, അള്ളാഹു മാപ്പ് നൽകുന്നവനാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹു ഗഫൂറാണ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഗഫൂറാണ് എന്ന് പറഞ്ഞാൽ അടിമകളുടെ പാപങ്ങൾ മറച്ചു വെക്കുന്നവനും അടിമകളുടെ പാപങ്ങൾ പൊറുത്തു തരുന്നവനുമാണ് അള്ളാഹു എന്നാണ്. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്നെന്താ? അള്ളാഹു ഗഫൂറാണ് അല്ലെങ്കിൽ ഗാഫിറാണ്, ഗഫാറാണ് എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹു പാപം പൊറുക്കുന്നവനാണ്, അതോടൊപ്പം തന്നെ അള്ളാഹു പാപങ്ങൾ മറച്ചു വെക്കുന്നവനുമാണ്. പാപങ്ങൾ മറച്ചു വെക്കുന്നവനുമാണ്. എന്തുകൊണ്ടാണ് പാപങ്ങൾ മറച്ചു വെക്കുന്നവനാണ് എന്ന് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ തെറ്റുകൾ പൊറുക്കുകയും അത് മറച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുകൾ നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട്. അറിഞ്ഞു ചെയ്ത തെറ്റുകളുണ്ട്, അറിയാതെ ചെയ്ത തെറ്റുകളുണ്ട്, ഒറ്റയ്ക്ക് ചെയ്ത തെറ്റുകളുണ്ട്, കൂട്ടമായി ചെയ്ത തെറ്റുകളുണ്ട്, അല്ലേ? പലതരത്തിലുള്ള പാപങ്ങൾ വിശ്വാസികളായ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എമ്പാടും സംഭവിക്കാറുണ്ട്. നോക്കൂ നിങ്ങൾ, ആ തെറ്റുകളൊക്കെ പരസ്യമായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ നമ്മുടെ പാപങ്ങൾ മറച്ചു വെക്കുന്ന ഒരവസ്ഥ ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമുക്കിതുപോലെ ജീവിക്കാൻ പറ്റുമോ? നോക്കൂ നിങ്ങൾ, ലോകത്ത് എത്രയോ മനുഷ്യന്മാർ അവരുടെ തെറ്റുകൾ പരസ്യമായതിൻ്റെ പേരിൽ അവർക്കെന്താ സംഭവിച്ചത്? അവരാരും അറിയാതെ സ്വകാര്യമായി ചെയ്ത പല കാര്യങ്ങളും വെളിവായപ്പോൾ, പുറത്തു വന്നപ്പോൾ അവരെന്താ ചെയ്തത്? അവരിൽ പല ആളുകളും ആത്മഹത്യ ചെയ്തു, അല്ലേ? ചില ആളുകൾ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ആ പൊതുരംഗം വിട്ടു. അതേപോലെ തന്നെ തങ്ങൾ ചെയ്ത തെറ്റിൻ്റെ പേരിൽ കുടുംബം നഷ്ടമായ ആളുകളുണ്ട്, ബന്ധങ്ങൾ തകർന്നു പോയ ആളുകളുണ്ട്. തെറ്റുകൾ പരസ്യമാകുമ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്ന നഷ്ടങ്ങൾ വലുതാണ്, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പാപങ്ങൾ കാരണം ആ പാപങ്ങൾ രഹസ്യമായിരിക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല. എന്നാൽ അത് പരസ്യമായാലോ, സ്വകാര്യമായി ചെയ്ത കാര്യങ്ങൾ പരസ്യമായാൽ അതുകൊണ്ട് സംഭവിക്കുന്ന ദുരിതങ്ങളും ദുരന്തങ്ങളും ഏറെ വലുതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെയാണ് അള്ളാഹുവിൻ്റെ ഈ നാമത്തെ നമ്മൾ നന്നായി പഠിക്കണം. അള്ളാഹു ആരാണ്? അവൻ ഗഫൂറാണ്, അവൻ ഗാഫിറാണ്. എന്താങ്ങനെ പറഞ്ഞാൽ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറുത്തു തരും, നമ്മുടെ പാപങ്ങളെ അള്ളാഹു മറച്ചു വെക്കും. മറ്റുള്ള ആളുകളുടെ ഇടയിൽ നമ്മളെ അപമാനിതനാക്കാതെ, നമ്മുടെ മാനം കളയാതെ അള്ളാഹു നമ്മളെ സംരക്ഷിക്കും. അതാണ് അള്ളാഹു ഗഫൂറാണെന്ന് പറഞ്ഞാൽ. അള്ളാഹു നാളെ വിചാരണ നടത്തുന്ന രംഗം ഹദീസുകളിലുണ്ട്. അള്ളാഹു നാളെ നമ്മളെ വിചാരണ നടത്തുമ്പോൾ നമ്മുടെ ഏടുകൾ പടച്ച തമ്പുരാൻ വിചാരണയ്ക്ക് വേണ്ടി എടുക്കുന്ന സന്ദർഭത്തിൽ ആ ഏടുകൾ മറച്ചു വെക്കുന്നതാണ്. മറ്റുള്ള ആളുകൾ കാണാതെ മറ്റുള്ള ആളുകളിൽ നിന്ന് റബ്ബ് മറച്ചു വെക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അങ്ങനെ അടിമകളെ അള്ളാഹു സംരക്ഷിക്കും, അഥവാ നമ്മളെ അള്ളാഹു. അതാണ് അള്ളാഹു ഗഫൂറാണ് എന്ന് പറഞ്ഞാൽ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വിശദീകരിക്കുന്ന ഹദീസിൽ കാണാം, അള്ളാഹു എല്ലാം പൊറുക്കുന്നവനും പാപങ്ങളെ ഇരു ലോകത്തും മറച്ചു വെക്കുന്നവനുമാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ഹദീസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മഹാനായ ഇബ്നു മർദാൻ പറയാ, ഇന്നല്ലാഹ യുദിനിൽ മുഅ്മിന ഫയളഉ അലൈഹി കനഫഹു വയസ്തുറുഹു ഫയഖൂലു അതഅരിഫു ദംബ കദാ അതഅരിഫു ദംബ കദാ ഫയഖൂലു നഅം ഐ റബ്ബ്. എന്താ അദ്ദേഹം പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, അള്ളാഹു സത്യവിശ്വാസിയെ തൻ്റെ അടുത്തേക്ക് അടുപ്പിക്കും, സത്യവിശ്വാസിയെ തൻ്റെ അടുത്തേക്ക് അടുപ്പിക്കും, എന്നിട്ട് അവനെ സംരക്ഷിക്കുകയും മറച്ചു പിടിക്കുകയും ചെയ്യും. എന്നിട്ട് അള്ളാഹു അവനോട് ചോദിക്കും, നീ ചെയ്ത ഇന്ന പാപത്തെക്കുറിച്ച് അറിയാമോ? അതഅരിഫു ദംബ കദാ, നീ ചെയ്ത ഇന്ന പാപത്തെക്കുറിച്ച് അറിയാമോ? അതഅരിഫു ദംബ കദാ, നീ ചെയ്ത ഇന്ന തെറ്റിനെ കുറിച്ച് അറിയാമോ? അപ്പൊ അയാൾ പറയും, ഫയഖൂലു, അള്ളാഹു ചേർത്തു പിടിച്ച ആ അടിമ പറയും, ഫയഖൂലു നഅം ഐ റബ്ബ്, റബ്ബേ എനിക്കറിയാം.
ഞാൻ ആ തെറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്കതറിയാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനോട് ഹത്താ ഇദാ ഖററഹു ബിദുനൂബിഹി വറഅ ഫീ നഫ്സിഹി അന്നഹു ഹലക, ആ അടിമ വിചാരിക്കണം. പടച്ചോൻ ചോദിച്ചു, നീ ചെയ്ത തെറ്റിനെ കുറിച്ച് നിനക്കറിയോ? അപ്പം അയാൾ പറഞ്ഞു, അറിയാം റബ്ബേ, പടച്ചോനെ എനിക്കറിയാം. അള്ളാഹു ആ ചോദ്യം ചോദിച്ചപ്പോൾ ആ അടിമ വിചാരിക്കാണ്, തൻ്റെ കുറ്റങ്ങളൊക്കെ അയാൾക്ക് ബോധ്യപ്പെട്ടു, താൻ നശിച്ചുപോയി എന്ന് അയാൾക്ക് മനസ്സിൽ തോന്നുകയും ചെയ്താൽ ആ സമയത്ത് അള്ളാഹു പറയുന്ന അള്ളാഹു പറയും, അള്ളാഹു പറയും, എന്താ പറയുന്നത്? ഇഹലോക ജീവിതത്തിൽ ആ തെറ്റുകൾ ഞാൻ മറച്ചു വച്ചിരുന്നു. ഇന്നത്തെ ദിവസം നിനക്ക് ഞാൻ ആ പാപങ്ങൾ പുറത്തു തരികയും ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയുന്ന. അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, അല്ലാഹു ഗഫൂറാണ്. എന്താ അതിൻ്റെ അർത്ഥം? എന്താ? അല്ലാഹു ഒരു അടിമനെ ചേർത്ത് പിടിക്കാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അടിമനോട് ചോദിക്കാണ്, നീ ഇന്ന തെറ്റൊക്കെ ചെയ്തില്ലേ? അപ്പം അയാൾ പറയും, അതേ റബ്ബേ, ഞാൻ ചെയ്തു, ഞാനത് ചെയ്തിട്ടുണ്ട്. അപ്പം അയാൾക്ക് ബോധ്യമാകാണ്, എൻ്റെ തെറ്റുകളൊക്കെ പിടിക്കപ്പെട്ടു കഴിഞ്ഞു, ഞാൻ നശിച്ചുപോയി. അപ്പം അല്ലാഹ് വീണ്ടും പറയാ, നിന്റെ തെറ്റുകളൊക്കെ ദുനിയാവിൽ ഞാൻ മറച്ചു വെച്ചില്ലേ? നീ ചെയ്ത ഈ പാപങ്ങൾ, ഈ തിന്മകൾ, അതൊക്കെ പരസ്യമായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എന്നിട്ട് അല്ലാഹു പറയുന്നു, ദുനിയാവിൽ നിന്റെ പാപങ്ങൾ മറച്ചു വെച്ചതുപോലെ ഇന്നത്തെ ദിവസം നിനക്ക് ഞാൻ ആ പാപങ്ങളെല്ലാം പുറത്തു തരികയും ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളോട് പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുക. എന്താ അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്? ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, തീർച്ചയായും അല്ലാഹു പാപങ്ങൾ പരിപൂർണമായി പൊറുക്കുന്നവനാണ്. നമ്മളിത് മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മൾ അല്ലാഹുവെ പാപങ്ങൾ പൊറുക്കുന്നവനാണ് എന്ന് പറയുന്നു, അല്ലാഹുവെ പൊറുത്തു തരണേ എന്ന് പറയുന്നു. എന്നാൽ ആ പറയുന്ന അല്ലാഹുവിൻ്റെ നാമത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, അല്ലാഹു ഗഫൂറാണ് എന്ന നാമത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ മനസ്സിലാക്കാൻ നമ്മളിൽ എത്ര ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട്? ഖുദ്സിയായ ഒരു ഹദീത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഒരു അടിമ, അല്ലാഹുവിൻ്റെ ഒരു ദാസൻ, അദ്നബ അബ്ദി ദംബൻ, ഒരു അടിമ ഒരു പാപം ചെയ്തു, ഒരു അടിമ ഒരു തെറ്റ് ചെയ്തു. ഫഖാല, എന്നിട്ട് അയാൾ പറഞ്ഞു, അയാൾ പറഞ്ഞു, എന്താ അയാൾ പറയുന്നത്? ഐ റബ്ബി അദ്നബ്തു, പടച്ചോനെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലാഹുവേ ഞാൻ പാപം ചെയ്തിട്ടുണ്ട് എന്ന് അയാൾ പറയാ. അപ്പൊ അല്ലാഹ് പറയുന്ന അദ്നബ അബ്ദി ദംബൻ ഫഅലിമ അന്നല്ലാഹ യഗ്ഫിറു ദുനൂബ, അപ്പൊ അല്ലാഹ് പറയുന്ന എൻ്റെ അടിമ, അവന് പാപം സംഭവിച്ചു, അവന് തെറ്റ് സംഭവിച്ചു. ആ അടിമക്കറിയാം അവൻ്റെ പാപം പുറത്തു കൊടുക്കുന്ന ഒരു റബ്ബവനുണ്ട് എന്നവന് മനസ്സിലാക്കിയിട്ടുണ്ട്, അവൻ അറിഞ്ഞിട്ടുണ്ട്. ഈ അടിമ വീണ്ടും ആ അടിമ വീണ്ടും പാപം ചെയ്തു. അപ്പോഴും അവൻ അള്ളാഹിനോട് പറഞ്ഞു, ഐ റബ്ബി അദ്നബ്തു, പടച്ചോനെ എൻ്റെ അടുക്കൽ പാപം സംഭവിച്ചു, എൻ്റെ അടുക്കൽ തെറ്റുകൾ സംഭവിച്ചു, പുറത്തു തരണമെന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പൊ ആ സമയത്ത് വീണ്ടും പറഞ്ഞു അല്ലാഹു, അദ്നബ അബ്ദി വഅലിമ അന്ന റബ്ബഹു യഗ്ഫിറു ദുനൂബ വയഖുദു ബിദ്ദംബി യഅമൽ മാ ശിഅത ഫഖദ് ഗഫർതു ലക്. എന്താ അല്ലാഹ് പറയുന്നത്? അടിമ, എൻ്റെ ഒരടിമ ഒരു പാപം ചെയ്യുകയും അത് പാപമാണ് എന്ന് മനസ്സിലാക്കിയവൻ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്താൽ ആ അറിവുള്ള അടിമക്ക് ഞാൻ പുറത്തു കൊടുക്കുന്ന, അഥവാ റബ്ബ് പൊറുക്കുന്നവനാണ്, റബ്ബ് മാപ്പ് നൽകുന്നവനാണ്, റബ്ബ് പാപങ്ങൾ മറച്ചു വെക്കുന്നവനാണ് എന്ന് ഒരടിമ മനസ്സിലാക്കിയാൽ അവൻ്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നു. പ്രിയപ്പെട്ടവർ, എത്ര വലിയ സൗഭാഗ്യമാണ്, എത്ര വലിയ നേട്ടമാണ് വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബനു ഇസ്രായേലിൽപ്പെട്ട രണ്ട് മനുഷ്യന്മാരുടെ കഥ പറഞ്ഞു തരുന്നുണ്ട്. ബനു ഇസ്രായേലിൽപ്പെട്ട രണ്ടാളുകൾ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാ, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, കാന റജുലാനി ഫീ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേൽപ്പെട്ട രണ്ടാളുകൾ, മുതബാഖിയൻ, അവർ രണ്ടുപേരും സഹോദരങ്ങളാണ്. ഫകാന അഹദുഹുമാ യുദ്നിബ് വൽ ആഖറു മുജ്തഹിദൻ ഫിൽ ഇബാദ, അതിൽ ഒരാൾ തെറ്റൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളാണ്, അയാളുടെ പാപങ്ങളൊക്കെ ഉണ്ട് അയാളുടെ ജീവിതത്തിൽ. എന്നാൽ അടുത്തയാളെ വല്ലാഹറു മുജ്തഹിദുൻ ഫിൽ ഇബാദ, ആരാധനകൾ കൊണ്ട് പരിശ്രമിക്കുന്ന, ആരാധനകൾ കൊണ്ട് ധന്യമായ ജീവിതം നയിക്കുന്ന മനുഷ്യനാണ് രണ്ടാമത്തെ ആള്. ഫകാന ലാ യസാലുൽ മുജ്തഹിദു യറൽ ആഖറു അല ദംബ് ഫയഖൂലു അഖ്സിർ, ഈ
പാപം ചെയ്യുന്ന മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ ഈ നന്മ പ്രവർത്തിക്കുന്ന ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യനുണ്ടല്ലോ, അയാൾ ഈ തെറ്റ് ചെയ്യുന്ന ആളോട് പറയും, അഖസിർ, നിന്റെ പാപങ്ങൾ നീ കുറക്കണം, നിന്റെ തെറ്റുകൾ നീ കുറക്കണം. അങ്ങനെ ഒരു ദിവസം ഫവജദഹു യൗമൻ അലാ ദംബിൻ, ഒരു ദിവസം ഈ തെറ്റ് ചെയ്യുന്ന ആള്, അയാളൊരു പാപം ചെയ്യുന്നത്, തെറ്റ് ചെയ്യുന്നത് ഈ മനുഷ്യൻ കണ്ടു. ആരാധനകൾ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കിയ മനുഷ്യൻ കണ്ടു തൻ്റെ കൂട്ടുകാരൻ തെറ്റ് ചെയ്യാണ്. അപ്പൊ പറഞ്ഞു, അഖസിർ, സുഹൃത്തെ, അഖസിർ, നിന്റെ പാപം ചെയ്യല്ലേ, നീ തെറ്റ് ചെയ്യല്ലേ, നീ തെറ്റ് കുറക്ക്. ആ സമയത്ത് ആ തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ പറഞ്ഞു, ഖല്ലിനി വറബ്ബി അബുഇത്ത അലയ്യ റഖീബൻ, എന്നെ എൻ്റെ വഴിക്ക് വിട്, എൻ്റെ കാര്യം നോക്കാൻ നിന്നെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ, എൻ്റെ കാര്യം നോക്കാൻ നിന്നെ റബ്ബെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ, നിന്നെ റഖീബായി ഒരു നിരീക്ഷകനായി നിശ്ചയിച്ചിരുന്നില്ലല്ലോ, എന്നെ എൻ്റെ റബ്ബിനെ എൻ്റെ വഴിക്ക് വിട്. അഥവാ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, ഞാൻ ഈ ചെയ്യുന്ന തെറ്റ് ഞാൻ എൻ്റെ റബ്ബിനോട് പറഞ്ഞോളാം, അത് നിന്നെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ നോക്കാൻ എന്ന് ഈ തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ തൻ്റെ കൂട്ടുകാരനായ ആബിദിനോട് പറഞ്ഞു, അഥവാ ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യനോട് പറഞ്ഞു. അപ്പം ആ തെറ്റ് ചെയ്യാത്ത ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യൻ തെറ്റ് ചെയ്യുന്ന കൂട്ടുകാരനോട് പറഞ്ഞു, വല്ലാഹി വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലാ യഗ്ഫിറുല്ലാഹു ലക്, അല്ലാഹു നിനക്കൊരിക്കലും പുറത്തു തരൂല, അല്ലാഹു നിനക്കൊരിക്കലും പുറത്തു തരില്ല. ഔലാ യുദ്ഖിലുകല്ലാഹുൽ ജന്ന, അല്ലാഹു ഒരിക്കലും നിന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കില്ല. ഇത് തെറ്റ് ചെയ്യുന്ന മനുഷ്യനോട് ആരാധനകൾ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കിയ മനുഷ്യൻ പറഞ്ഞു. അയാൾ പറഞ്ഞ വാചകാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഫഖബല അർവാഹുമാ, അങ്ങനെ അവർ രണ്ടുപേരുടെയൊക്കെ മരണം സംഭവിച്ചു. അവരുടെ ആ റൂഹൊക്കെ അള്ളാഹുവിൻ്റെ സമീപത്തെത്തിയ സമയത്ത് അള്ളാഹു അതിനെ ഒരുമിച്ച് കൂട്ടി, അവർ രണ്ടുപേരെയും ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് ആരാധനകൾ കൊണ്ട് ജീവിതം ധന്യമാക്കിയ മനുഷ്യൻ, നിനക്കല്ലാഹു ഒരിക്കലും പുറത്തു തരൂല, നിന്നെ അല്ലാഹു സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, അയാളോട് അല്ലാഹു ചോദിച്ചു, ഫഖാല ലിഹാദൽ മുജ്തഹിദ് അകുൻതു ബി ആലിമൻ, നീ വലിയ പണ്ഡിതനായിരുന്നു, ഔ കുൻത അലാ മാ ഫീ യദി ഖാദിറൻ, എൻ്റെ അടുക്കലുള്ളതിനെ കുറിച്ചൊക്കെ നിനക്ക് വലിയ അറിവുണ്ട്, അഥവാ ഞാൻ പുറത്തു കൊടുക്കൂല, ഞാൻ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കില്ല എന്നൊക്കെ പറയാൻ നീ ആരാ? അല്ലാഹു ആബിദായ ആരാധനകൾ കൊണ്ട് ധന്യമായ ജീവിതം നയിച്ച മനുഷ്യനോട് ചോദിക്കുക, നീ ആരാണ് ഒരാളോട് അള്ളാഹു നിനക്ക് ഒരിക്കലും പുറത്തു തരില്ല എന്ന് പറയാൻ? നീ ആരാണ് അവന് നീ സ്വർഗം കിട്ടില്ല എന്ന് പറയാൻ? നീ ആരാ? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുദ്നിബിനോട്, പാപിയായ തെറ്റ് ചെയ്ത മനുഷ്യനോട് പറഞ്ഞു, ഇദ്ഹബ് ഫദ്ഖുലിൽ ജന്ന, നീ പൊയ്ക്കോ, നീ സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ, ബിറഹ്മതി, എൻ്റെ റഹ്മത്ത് കൊണ്ട്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുക്കുന്നവനാണ്, മാപ്പ് നൽകുന്നവനാണ്. ആ മാപ്പ് നൽകുന്ന റബ്ബ് മാപ്പ് നൽകുകയില്ല, പൊറുക്കുകയില്ല എന്നൊരാൾക്കും പറയാൻ പാടില്ല, ഒരാളും പറയാൻ പാടില്ല. അത് വലിയ കുറ്റമാണ്. അതാണ് ഇവിടെ ഈ ആരാധന ചെയ്ത മനുഷ്യൻ പറഞ്ഞത്. എന്നിട്ട് മറ്റേ മനുഷ്യനോട് അല്ലാഹു പറഞ്ഞു, ഇദ്ഹബൂ ബിഹി ഇലന്നാർ, നീ നരകത്തേക്ക് പോയിക്കോ. കാരണം എന്താ? ഓൻ അള്ളാഹിനെ മനസ്സിലാക്കിയിട്ടില്ല, അവൻ അള്ളാഹുവിനെ അറിഞ്ഞിട്ടില്ല. മനസ്സിലായില്ല? അള്ളാഹുവിനെ അറിയാത്തയാളാണ്. അപ്പൊ അള്ളാഹുവിനെ അറിയുന്ന ഒരാൾ അവൻ അറിയേണ്ട പാടെന്താ? അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു പൊറുക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു മനസമാധാനം എന്താ പറയുക? മാപ്പ് നൽകുന്ന ഒരു റബ്ബാണ് നമ്മുടെ റബ്ബ് എന്നുള്ളതാണ്. ആരാ? അള്ളാഹു. അവൻ നമുക്ക് മാപ്പ് നൽകുന്നവനാണ്, മാപ്പേകുന്ന ഒരു റബ്ബാണ് നമ്മുടെ റബ്ബ്. എന്ത് ചെയ്യണം? വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. മഹാനായ അബി സഈദിൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ശൈത്വാന ഖാല, ശൈത്താൻ പറഞ്ഞു. ആരോട്? അള്ളാഹിനോട് പറയാണ്. എന്താ പറയുന്നത്? വഇസ്സതിക യാ റബ്ബ്, വഇസ്സതിക യാ റബ്ബ് ലാ അബ്റഹു ഉഗ്വി ഇബാദക മാ ദാമത് അർവാഹുഹും ഫി അജ്സാദിഹിം. പടച്ചോനെ, നിന്റെ പ്രതാപം തന്നെയാണ് സത്യം, നിന്റെ പ്രതാപം, നിന്റെ ഇസ്സത്ത് തന്നെയാണ് സത്യം. നിന്റെ ദാസന്മാരുണ്ടല്ലോ, നിന്റെ അടിമകളുണ്ടല്ലോ, ആ അടിമകളുടെ ശരീരത്തിൽ റൂഹുള്ളിടത്തോളം കാലം, അവരുടെ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം ഞാൻ എന്ത് ചെയ്യും? ഞാൻ അവരെ പിഴപ്പിച്ചുകൊണ്ടിരിക്കും, ഞാൻ അവരെ തെറ്റിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കും, അവരെ പാപം ചെയ്യാൻ ഞാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അവർ പാപം ചെയ്യുന്ന ആളുകളാകും. അപ്പൊ ആ സമയത്ത് അള്ളാഹു പറഞ്ഞ വാചകം തരാം. ഖാല റബ്ബ്, അല്ലാഹ് പറഞ്ഞു, വഇസ്സതി വജലാലി, എൻ്റെ പ്രതാപവും എൻ്റെ മഹത്വവും തന്നെയാണ് സത്യം. ലാ അസാലു അഗ്ഫിറു ലഹും മസ്തഗ്ഫറൂനി, എൻ്റെ അടിമ എന്നോട് പാപമോചനം തേടുന്ന കാലത്തോളം ഞാൻ അവന് പുറത്തു കൊടുക്കുന്ന. അല്ലാഹു അക്ബർ.
എന്താ പറഞ്ഞത്? എൻ്റെ അടിമ എന്നോട് പാപമോചനം തേടുന്ന കാലത്തോളം ഞാൻ അവന് പുറത്തു കൊടുക്കുന്നു. സഹോദരങ്ങൾ, ഇങ്ങനെയുള്ള റബ്ബിനോടാണ് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ റബ്ബിനോടാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ റബ്ബിൻ്റെ മഹത്വം എന്തിയാണ് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അറിയണം. അപ്പം എന്താണ് അല്ലാഹു ഗഫൂർ എന്ന് പറഞ്ഞാൽ, അല്ലാഹു ഗാഫിർ എന്ന് പറഞ്ഞാൽ, അല്ലാഹു ഗഫാറാണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി. ഇനി നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുക്കപ്പെടാൻ ചില കർമ്മങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, ചില കാര്യങ്ങൾ, ചില സബബുകൾ, ചില വഴികൾ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. മനസ്സിലായോ? ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് ഒരു മനുഷ്യൻ വരികയാണ്. മഹാനായ ജരീർ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവരിങ്ങനെ ഒരു യാത്രയിലാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് ആ നബിയും സ്വഹാബികളുമുള്ള സംഘത്തിൻ്റെ നേരെ ഒരു മനുഷ്യൻ, അയാളിങ്ങനെ വാഹനപ്പുറത്ത് അയാളിങ്ങനെ വരികയാണ്. ഒരു ഒട്ടകത്തിൻ്റെ പുറത്ത്, ഒരു കുതിരപ്പുറത്ത് അയാളിങ്ങനെ വരികയാണ്. അപ്പം നബി പറഞ്ഞു, കാന ഹാദർ റാകിബ ഇയ്യാകും യുരീദ്, ആ വരുന്ന മനുഷ്യൻ നിങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്, അഥവാ ഈ യാത്രാ സംഘത്തെ ഉദ്ദേശിച്ചാണ് അയാൾ വരുന്നത്. അങ്ങനെ അയാൾ വന്നു, അയാൾ നബിൻ്റെ സമീപത്തെത്തി. ആ യാത്രാ സംഘത്തിൻ്റെ നബിയുടെയും സ്വഹാബികളുടെയൊക്കെ അടുത്ത് വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? അയാൾ സലാം പറഞ്ഞു. അവർ സലാം അടക്കി, അഭിവാദ്യം ചെയ്ത് അവർ സലാം അടക്കി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിക്കുന്നത്, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? അപ്പം അയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന്, എൻ്റെ മക്കളുടെയും കുടുംബത്തിൻ്റെ അടുത്തുനിന്നാണ് വരുന്നത്. എന്നിട്ട് എന്തിനാണ് നിങ്ങൾ വരുന്നത്? എന്താ നിങ്ങളുടെ ആവശ്യം എന്താ? അപ്പം അയാൾ പറഞ്ഞു, ഉരീദു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി വരികയാണ്. അയാൾക്ക് ആരാ നബി എന്നറിയില്ല, മദീനയിൽ നബി ഉണ്ടെന്ന് അറിയാം, നബി ആരാന്നറിയില്ല, നബിനെ ആദ്യമായിട്ട് കാണാൻ വേണ്ടി വരികയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, ഫഖദ് അസബ്തഹു, നിങ്ങൾ തേടി വന്ന ആൾ ഞാൻ തന്നെയാണ്, എന്തിനാ വന്നത് പറഞ്ഞോളൂ, നിങ്ങളുടെ ആവശ്യം എന്താണ്? അപ്പം അയാൾ പറഞ്ഞു, അല്ലിംനി മൽ ഈമാൻ, നബിയെ ഈമാൻ എന്താന്ന് എനിക്ക് പറഞ്ഞു തരണം. അയാൾ മുസ്ലിം അല്ല, അയാൾ വിശ്വാസം സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അയാൾ ചോദിക്കുക, നബിയെ ഈമാൻ എന്താന്ന് എനിക്ക് പറഞ്ഞു തരണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും ഒക്കെ അയാൾക്ക് വിശദീകരിച്ചു കൊടുത്തു. അള്ളാഹുവിലുള്ള വിശ്വാസം, നമസ്കാരം, അതേപോലെ തന്നെ സക്കാത്തും നോമ്പും എല്ലാ ഈമാനും ഇസ്ലാമും അടക്കമുള്ള കാര്യങ്ങളൊക്കെ അയാൾക്ക് വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? അയാൾ അതൊക്കെ അംഗീകരിച്ചു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു, അതിനോട് യോജിച്ചു. ആ സമയത്താണ് അയാളുടെ മൃഗം, അയാൾ അപ്പോഴൊക്കെ മൃഗത്തിൻ്റെ പുറത്താണ്, താഴെ ഇറങ്ങിയിട്ടില്ല. ആ മൃഗം ഹദീസിൽ കാണുന്നത്, ആ മരുഭൂമിയിൽ എലികളൊക്കെ ഉണ്ടാക്കുന്ന മാളം ഉണ്ടാകുമല്ലോ, എലികളുടെയൊക്കെ മാളം, അതേപോലെയുള്ളൊരു മാളത്തിലേക്ക് ആ മൃഗത്തിൻ്റെ കാല് താഴ്ന്നു പോയി. അങ്ങനെ ആ മൃഗം എന്ത് ചെയ്തു? വീണു. ആ മൃഗത്തിൻ്റെ പുറത്തുനിന്ന് അയാളും വീണു. അയാൾ പെരടി കുത്തിയിട്ടാണ് വീണത്, കഴുത്ത് പിന്നെ കുത്തിയിട്ടാണ് നിലത്തേക്ക് വീണത്. അങ്ങനെ എന്ത് ചെയ്തു? ആ സമയത്ത് അയാൾ അവിടെ വെച്ച് മരിച്ചു. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹുവും അമ്മാർ ഇബ്നു യാസിറും നബി അവരോട് നിങ്ങൾ അയാളെ പോയി നോക്കാൻ പറയും, അയാളെ എടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും ചെന്നു, അവരെടുക്കുന്നുണ്ട്. അങ്ങനെ എടുത്തു നോക്കിയിട്ട് അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഖുബില റജുൽ, നബിയെ ഇയാളുടെ റൂഹ്, അയാൾക്ക് മരണം സംഭവിച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? ഫഅറള അൻഹുമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ثم قال لهما റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമാ റഅയ്തുമാ യഅറാദി അനി റജുലി ഫഇന്നി റഅയ്തു മലകൈനി യദുസ്സാനി ഫീഹി മിൻ സിമാരിൽ ജന്ന. നബി അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ അയാളുടെ റൂഹ് പിടിച്ചിട്ടുണ്ട്, അയാൾ മരണം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തലതിരിച്ചല്ലോ, ഞാൻ തലതിരിച്ചത് എന്തിനാ നിങ്ങൾക്ക് അറിയോ? നബി അവരോട് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല നബിയെ. എന്നിട്ട് അതിൻ്റെ കാരണം നബി പറഞ്ഞു കൊടുത്തു. നബി പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിൻ്റെ റൂഹ് പിടിച്ച സമയത്ത് ഞാൻ കണ്ടു. ഞാൻ എന്താ കണ്ടെന്നറിയോ? അയാളുടെ സമീപത്ത് റഅയ്തു മലക്കൈനി, 2 മലക്കുകളുണ്ട്. ആ മലക്കുകൾ ആ മനുഷ്യൻ്റെ വായിലേക്ക് പിന്നെ സ്വർഗീയമായ പഴങ്ങൾ, സ്വർഗീയമായ ഭക്ഷണം എന്തിയാണ്? പഴങ്ങൾ, തിമാരിൽ ജന്ന, സ്വർഗീയമായ പഴങ്ങൾ അയാൾക്ക് ഇങ്ങനെ കൊടുക്കാണ്. ഫഅലിംതു അന്നഹു മാത ജായിയൻ, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അയാൾ വിശന്നിട്ടാണ് മരിക്കണത്. അയാൾ മരിക്കണ സമയത്ത് വിശപ്പുള്ള ആളായിരുന്നു. ആ വിശപ്പുള്ള മനുഷ്യൻ്റെ വായിലേക്ക് മലക്കുകൾ സ്വർഗീയമായ ഫലങ്ങൾ നൽകുന്നത് ഞാൻ കണ്ടു എന്ന് ആരാ പറയണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കെട്ടുകഥ അല്ല, സത്യസന്ധമായ കഥയാണ്. മുസ്ലിം അല്ലാത്ത ഒരാൾ നബിൻ്റെ അടുക്കൽ വന്ന് വിശ്വാസം സ്വീകരിച്ചു. ആ വിശ്വാസം സ്വീകരിച്ച ഉടനെ അയാൾ മരിക്കുകയാണ്. അയാൾ ആ മൃഗത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണ് അയാൾ മരിക്കുകയാണ്. നബി പറഞ്ഞ വാചകം എന്താ? അയാളുടെ വായിലേക്ക് പിന്നെ മലക്കുകൾ വന്ന് സ്വർഗീയമായ ഫലങ്ങൾ നൽകുന്നത് ഞാൻ കണ്ടു എന്ന്.
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. എന്തേ അയാൾക്കത് കിട്ടാൻ കാരണം? അയാളുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുത്തു. അയാൾ തെറ്റ് ചെയ്ത, ഇസ്ലാം സ്വീകരിക്കാത്തൊരു മനുഷ്യന് ഇസ്ലാം സ്വീകരിച്ചതോടുകൂടെ അയാളുടെ മുൻപ് കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടു. അപ്പം നോക്കൂ നിങ്ങൾ, പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ളൊരു വഴി എന്താ അറിയും? മുസ്ലിം ആകുക എന്നുള്ളതാണ്. ഇസ്ലാമിലേക്ക് ഒരാൾ വന്നാൽ, ഒരാൾ മുസ്ലിം ആയാൽ അതുവരെയുള്ള എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും. എത്രയോ മനുഷ്യന്മാർ പ്രായമേറെ ചെന്നിട്ട് മുസ്ലിം ആകുന്ന ആൾക്കാരുണ്ട്, വയസ്സായിട്ട് മുസ്ലിം ആകുന്ന ആൾക്കാരുണ്ട്. അത്രയും കാലം അവർ ചെയ്ത പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും. അതിൻ്റെ അർത്ഥം ഇസ്ലാമൊക്കെ മനസ്സിലാക്കി തോന്നിയതുപോലെ ജീവിച്ചിട്ട് വയസ്സായിട്ട് മുസ്ലിം ആകാമെന്ന് പറയാനല്ല. എപ്പോഴാണോ ഇസ്ലാമിനെ സത്യമായി ശരിയായി ബോധ്യപ്പെടുന്നത് അപ്പോൾ ഒരാൾ പൂർണ്ണ മുസ്ലിമായാൽ അയാളുടെ അതുവരെയുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. അപ്പം നമ്മൾ ഫാത്തിഹ ഓതാണ്. ഫാത്തിഹ ഓതുന്ന സമയത്ത് ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനു ഫഇന്നഹു മൻ വാഫഖ തഅമീനുഹു തഅമീനൽ മലായിക ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസാണ്. എന്താ പറയുന്നത്? നമ്മൾ ഒരു ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമ് ഫാത്തിഹ ഓതി, ഇമാമ് ആമീൻ പറയുന്ന സമയത്ത് നമ്മളും ആമീൻ പറയും. ഇമാമിൻ്റെ മുൻപ് ആമീൻ പറയാൻ പാടില്ല. ഇമാമ് ആമീൻ പറഞ്ഞു തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ ആമീൻ പറയേണ്ടത്. അങ്ങനെ നമ്മൾ പറയുന്ന ആമീൻ മലക്കുകളുടെ ആമീനുമായി യോജിച്ചു വന്നാൽ എന്തു ചെയ്യും? നമ്മുടെ മുൻപ് കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ പുറത്തു തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ പാപങ്ങൾ പൊറുക്കാനുള്ളൊരു വഴിയാണത്. നമസ്കാരം നിർവഹിക്കുന്നതിലൂടെ പാപങ്ങൾ പൊറുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി പറഞ്ഞതായി ഞാൻ കേട്ടു. അദ്ദേഹം പറയണം, മുസ്ലിമായ ഏതൊരാൾക്കും ഫർള് നമസ്കാരം സമാഗതമാവുകയും അതിനുവേണ്ടി കൃത്യമായ രീതിയിൽ വുദൂ ചെയ്ത് സൂക്ഷ്മതയോടുകൂടെ അതിലെ എല്ലാ റുകൂഉകളും മറ്റു കർമ്മങ്ങളും നിർവഹിക്കുകയും ചെയ്ത ഒരാൾ, അയാൾ മഹാപാപം ചെയ്തിട്ടില്ലെങ്കിൽ, മുൻ കഴിഞ്ഞു പോയ പാപം നിർവഹിക്കുകയും മഹാപാപം ചെയ്തിട്ടില്ലെങ്കിൽ അയാളുടെ മുൻപ് കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുന്ന, ശിർക്കൊഴികെ ബാക്കിയുള്ള പാപങ്ങളൊക്കെ എന്ത് ചെയ്യും? വൻ പാപങ്ങൾ അയാളുടെ അടുക്കൽ ഇല്ല എങ്കിൽ അയാളുടെ മറ്റുള്ള പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും. നിസ്കരിച്ചാൽ മനസ്സിലായോ? നമസ്കാരം നിർവഹിക്കുന്നതിലൂടെ പാപങ്ങൾ പൊറുക്കപ്പെടും. നോമ്പ് നോൽക്കുന്നതിലൂടെ പാപങ്ങൾ പൊറുക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. വെറുപ്പില്ലാതെ ജീവിക്കണം, ആരോടും പകയും വെറുപ്പില്ലാതെ ജീവിക്കുകയാണ് എങ്കിൽ അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിലൊക്കെ തെളിവുകളുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഇത് വേറെ തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പാപപരിഹാര മാർഗങ്ങൾ എന്ന് പറഞ്ഞ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ പറ്റും. അപ്പം അള്ളാഹു ഗഫൂറാണ്, ഗാഫിറാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കും. അതിന് റബ്ബ് കുറേ കാരണം. ഇപ്പം ക്ഷമിക്കുക, ഇല്ലല്ലദീന സ്വബറു വഅമിലു സ്വാലിഹാത്തി ഉലൈക ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. അല്ലാഹു പറഞ്ഞു, ക്ഷമിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ അവർക്കാകുന്ന പാപമോചനവും വലിയ പ്രതിഫലവും ഉള്ളത്. ക്ഷമിക്കുന്ന ആളുകൾക്ക്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ പാപമോചനമുണ്ട്. പ്രശ്നങ്ങളുണ്ടാകും ജീവിതത്തിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടും, രോഗം കൊണ്ട് ബുദ്ധിമുട്ടും, അല്ലേ? കുടുംബക്കാരിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, മക്കളിൽ നിന്ന്, അതേപോലെ തന്നെ അയൽവാസികളിൽ നിന്ന്, സഹപ്രവർത്തകരിൽ നിന്ന് പലതരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പം എന്ത് ചെയ്യണം? ക്ഷമിക്കണം. നബിക്ക് പരീക്ഷണം ഉണ്ടായില്ലേ? ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടവർ അമ്പിയാക്കളാണ്. നാട് കടത്തി നബിയെയും കുടുംബത്തെയും, അല്ലെ? ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെട്ടു, രോഗമുണ്ടായി, മക്കൾ മരിച്ചു. പ്രവാചക തിരുമേനി ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നബിൻ്റെ ആൺമക്കളൊക്കെ മരിച്ചു. അപ്പം നോക്കൂ നിങ്ങൾ, ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത്തരം പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് ക്ഷമിക്കുകയാണ് എങ്കിൽ അതിലൂടെ പാപങ്ങൾ കഴുകിക്കളയാമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാപപരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പഠിക്കുക, നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അള്ളാഹു ഗഫൂറാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അങ്ങനെ ഗഫൂറാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കും. ഒരു ഹദീസ് ഞാൻ പറയാം, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്? ഖാലല്ലാഹ്, അള്ളാഹു പറയുമെന്നാണ്, യബ്ന ആദം, അല്ലയോ ആദമിന്റെ സന്തതി, ഇന്നകമാ ദഅൗതനി വറജൗതനി ഗഫർതു ലക അലാ മാ കാന ഫീക വലാ ഉബാലി. യബ്ന ആദം ലൗ ബലഗതു ദുനൂബുക അനാന السماء ثم استغفرتني غفرت لك ولا أبالي. يا ابن آدم إنك لو أتيتني بقراب الأرض خطايا ثم لقيتني لا تشرك بي شيئا لأتيتك بقرابها مغفرة.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീത്താണ്. എന്താ ഹദീത്തിലുള്ളത്? നബി പറഞ്ഞു, അള്ളാഹു പറഞ്ഞു, അല്ലയോ ആദമിന്റെ സന്തതി, അല്ലയോ മനുഷ്യ, നീ എന്നോട് പ്രാർത്ഥിക്കുകയും എന്നിൽ പ്രതീക്ഷയർപ്പിക്കുകയും ചെയ്യുന്നുവോ അതനുസരിച്ച് ഞാൻ നിനക്ക് പുറത്തു തരും. എല്ലാവരും പഠിക്കേണ്ട ഹദീസ് അത്. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ, അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ചാൽ അള്ളാഹു നമുക്ക് മാപ്പ് നൽകും, അവൻ നമുക്ക് പുറത്തു തരും എന്ന് നബി പറഞ്ഞെന്താ? എനിക്ക് പ്രശ്നമില്ല, അല്ലയോ മനുഷ്യ, നീ എന്നോട് ഇസ്തിഗ്ഫാർ നടത്തുന്ന പക്ഷം ഞാൻ നിനക്ക് പുറത്തു തരും, എനിക്കത് പ്രശ്നമല്ല. നീ ഭൂമി നിറയെ തെറ്റുമായി എൻ്റെ അടുക്കലേക്ക് വന്നു, എന്നിലൊന്നും പങ്കു ചേർക്കാതെ ഭൂമി നിറയെ പാപങ്ങളുമായി എൻ്റെ അടുക്കലേക്ക് വന്നാൽ ഞാൻ നിനക്ക് പുറത്തു തരും. എന്ത് ചെയ്യാൻ പാടില്ല? ഷിർക്ക് ചെയ്യാൻ പാടില്ല. മൊയ്തീശയൊക്കെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, മുനമ്പത്ത് ബിബിയെ രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥന ഉണ്ടാകരുത്. അങ്ങനെ അവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. മനസ്സിലായി? നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ? അള്ളാഹു അല്ലാത്ത ആളുകളെ CM മടവൂരിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, അല്ലേ? മൊഹീദ്ദീൻ ഷേഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. അവരൊക്കെ അള്ളാഹുവിൻ്റെ അടുപ്പക്കാരാണ്. അതുകൊണ്ട് അവരോട് പറയണം, അവരോട് സങ്കടം പറയണം. ജാറങ്ങളിൽ, ദർഗകളിൽ, മക്കാമുകളിലൊക്കെ പോയി സുജൂദ് ചെയ്യുന്ന, അവിടങ്ങളിൽ പ്രാർത്ഥന നിർവഹിക്കുന്ന മനുഷ്യന്മാരുണ്ട്. പ്രിയപ്പെട്ടവർ, അവർക്ക് ഈ സൗഭാഗ്യം കിട്ടൂല, അവർക്ക് ഈ ഭാഗ്യം ഉണ്ടാകില്ല. മറിച്ച് തൗഹീദുള്ള ആളുകൾ, ഷിർക്ക് ചെയ്യാത്ത ആളുകൾ, അവർ ഭൂമി നിറയെ പാപവുമായി അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്നാലും അള്ളാഹു പുറത്തു തരുന്നതാണ്. അള്ളാഹു പുറത്തു തരുന്ന അതിൻ്റെ അർത്ഥം എന്താ? പരമാവധി തെറ്റ് ചെയ്യാനല്ല, തെറ്റിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. വല്ല തെറ്റും സംഭവിച്ചാൽ റബ്ബ് നമുക്കത് പുറത്തു തരും. അങ്ങനെ ഒരു റബ്ബാണ് നമുക്കുള്ളത് എന്ന് എന്ത് ചെയ്യുക? നമ്മൾ മനസ്സിലാക്കുക. നബി പറഞ്ഞു, തൗബ ചെയ്തവൻ, തെറ്റ് ചെയ്തിട്ട് തൗബ ചെയ്തവൻ പാപങ്ങളില്ലാത്തവനെ പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് ഇത് തെറ്റ് ചെയ്യാനുള്ള ലൈസൻസ് അല്ല, തെറ്റ് ചെയ്യാൻ പഠിപ്പിക്കല്ല. മറിച്ച് വല്ല തെറ്റും സംഭവിച്ചാൽ ആ തെറ്റുകൾ പുറത്തു തരുന്ന അള്ളാഹുവാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ ഈ നാമം പഠിക്കുമ്പോൾ മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞൊരു വാചകം എന്താ അറിയോ? അള്ളാഹു പറയും, ഇൻ തകൂനു സാലിഹീന ഫഇന്നഹു കാന ലില്ലവ്വാബീന ഗഫൂറ. എന്താ അള്ളാഹു പറയുന്നത്? നിങ്ങൾ നല്ലവരായിരിക്കുന്ന പക്ഷം തീർച്ചയായും അവൻ ഖേദിച്ചു മടങ്ങുന്നവർക്കേറെ പുറത്തു കൊടുക്കുന്നവനാണ്. അടിവരട്ട് പഠിച്ചോളി. നിങ്ങൾ നല്ലവരായിരിക്കുന്ന പക്ഷം, സ്വാലിഹീങ്ങളായിരിക്കുന്ന പക്ഷം, തമ്മാടിയല്ല. നല്ല മനുഷ്യന്മാർ ചിലപ്പോൾ തെറ്റ് സംഭവിക്കുക, നല്ല മനുഷ്യന്മാരായാലും തെറ്റ് സംഭവിക്കുക. അതുകൊണ്ട് തന്നെ ആ പാപങ്ങൾ സംഭവിച്ചാൽ അത് മാപ്പ് നൽകുന്ന ഒരു റബ്ബാണ് നമുക്കുള്ളത് എന്ന് എന്ത് ചെയ്യുക? നമ്മൾ തിരിച്ചറിഞ്ഞ് അള്ളാഹുവിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? കൂടുതൽ അടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അങ്ങനെ അള്ളാഹുവിൻ്റെ ഈ നാമത്തെ നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഈ നാമത്തെ പഠിക്കാനും മനസ്സിലാക്കാനും റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് നമുക്ക് പുറത്തു മാപ്പാക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.